പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമുക്കേവർക്കും സന്തോഷമുള്ളൊരവസരമാണല്ലോ പെരുന്നാളിലെ. അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ളൊരു പാഠമാണ് നമുക്കിന്ന് പഠിക്കാനുള്ളത്. പാഠത്തിൻ്റെ ഹെഡിങ്ങിൻ്റെ പേര് ഈദ്. हिंदुस्तान में मुख्तलिफ मज़हबों के मानने वाले रहते हैं। उन सब के त्यौहार भी अलग अलग हैं। उनमें कुछ ऐसे त्यौहार भी हैं जो पूरे हिंदुस्तान में मनाए जाते हैं। ऐसे त्यौहारों में ईद, होली, दशहरा, दिवाली और क्रिसमस बहुत मशहूर हैं। ईद मुसलमानों का सबसे बड़ा त्यौहार है। ईद का दिन नमाज अदा करने से पहले एक मुकर्ररा रकम जिसे फितरा कहते हैं गरीबों में तकसीम की जाती है ताकि वो भी ईद की खुशियाँ मना सकें। इसीलिए इस ईद को ईद उल फितर भी कहते हैं। ईद के दिन को सिवैयाँ हर घर में बनती हैं। लोग मिठाइयाँ भी खरीद कर लाते और बनाते हैं। इसीलिए उसे मीठी ईद भी कहा जाता है। ईद का मतलब ही खुश है और ये खुशी का त्यौहार है. അപ്പോൾ നമ്മൾ അർത്ഥം വെച്ച് നോക്കാം. हिंदुस्तान में ഇന്ത്യയിൽ മുഖ്തലിഫ് മസ്ഹബോं के मानने वाले रहते हैं. വ്യത്യസ്ത മതങ്ങളെ അംഗീകരിക്കുന്നവർ ജീവിച്ചു കൊണ്ടിരിക്കുന്നു. മുഖ്തലിഫ് വ്യത്യസ്ത മസ്ഹബോं के മതങ്ങളുടെ മാനേ വാലെ അംഗീകരിക്കുന്നവർ രഹ്തേ ഹൈ ജീവിച്ചു കൊണ്ടിരിക്കുന്നു. ഉൻ സബ് കെ त्यौहार भी अलग अलग हैं. അവർ ഓരോരുത്തരുടെയും ആഘോഷങ്ങളും വേറെ വേറെയാണ്. അലഗ അലഗ ഹേ എന്നാൽ വേറെ എന്നർത്ഥം, വ്യത്യസ്തമാണ്. ഉൻമേ കുച്ച് ഐസേ त्यौहार भी हैं. ഉൻമേ അതിൽ കുച്ച് കുറച്ച്, ഐസേ त्यौहार भी हैं ഇങ്ങനെയുള്ള ആഘോഷങ്ങളുമുണ്ട്. ജോ പൂരെ ഹിന്ദുസ്ഥാൻ മേ മനായേ ജാത്തെ ഹൈ ഇന്ത്യ മുഴുവൻ ആഘോഷിക്കപ്പെടുന്ന ആഘോഷങ്ങളും ഈ കൂട്ടത്തിൽ ഉണ്ട്. ഐസേ त्यौहारों में ഈദ് ഇത്തരം ആഘോഷങ്ങളിൽ ആണ് ഈദ് പെരുന്നാൾ, ഹോളി ആഘോഷം, പിന്നെ ദസറയുടെ ആഘോഷം, അതുപോലെ തന്നെ ദീപാവലി പറഞ്ഞാൽ ദീപാവലി ആഘോഷം, അവർ ക്രിസ്മസ് ബഹുത്ത് മഷൂർ. അവയിൽ വളരെ അറിയപ്പെട്ടതാണ് ഇതൊക്കെ. പെരുന്നാളിൻ്റെത്, ഹോളിൻ്റെത്, അതുപോലെ തന്നെ ദസറൻ്റെ ദിവസം, ദീപാവലി, പിന്നെ ക്രിസ്മസ്, ഈ ആഘോഷങ്ങൾ ബഹുത്ത് മഷൂർ ഹേ എന്ന വളരെ അറിയപ്പെട്ടതാകുന്നു. ഈദ് മുസൽമാനോ കാ സബ്സേ ബഡാ त्यौहार ഹേ. ഈദ് പെരുന്നാൾ മുസ്ലിങ്ങളുടെ സബ്സേ ബഡാ त्यौहार ഹേ എല്ലാത്തിലും വലിയ ആഘോഷമാണ്. ഈദ് കെ ദിൻ നമാസ് അദാ കർണേ സേ പഹലെ പെരുന്നാൾ ദിവസം നിസ്കരിക്കുന്നതിൻ്റെ മുന്നേ, നമാസ് അദാ കർണേ സേ പഹലെ നിസ്കാരം വീട്ടുന്നതിൻ്റെ മുന്നേ, ईद के दिन नमाज अदा करने से पहले एक മുക്കററ റക്കം, ഒരു നിശ്ചിത തുക. മുക്കററ എന്നാൽ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള, റക്കം എന്ന തുക അല്ലെങ്കിൽ ഒരു നമ്പർ, ഒരു നിശ്ചയിച്ച നമ്പർ. ജിസെ അതിനെ ഫിത്ര കഹത്തെ ഹൈ, അതിനെ ഫിത്രത്ത്, ഈദുൽ ഫിത്തർ അല്ല ഫിത്തർ സക്കാത്ത് എന്ന് പറയുന്നു. അതിനെ ഒരീബോമെ ആ ഒരു നിശ്ചയിക്കപ്പെട്ട നമ്പറിനെ അല്ലെങ്കിൽ നിശ്ചയിക്കപ്പെട്ട തുകയെ ഒരീബോമെ പാവപ്പെട്ടവരിൽ തക്സീം കി ജാതി ഹേ അവരിൽ വിഭജിക്കപ്പെടുന്നു. താക്കെ വേണ്ടി വോ ബി ഈദ് കി ഖുഷിയാ മനാ സക്കെ അവർക്കും ഈദിൻ്റെ പെരുന്നാളിൻ്റെ ആഘോഷങ്ങൾ മനാനാൽ ആഘോഷിക്കുക, പിന്നെ കൊണ്ടാടുക. അപ്പം അങ്ങനെ ഈദിൻ്റെ ആഘോഷങ്ങൾ കൊണ്ടാടാൻ അവർക്കും സാധിക്കും. അതിനു വേണ്ടി ഇസിലിയെ ഇതിനാൽ ഈ പെരുന്നാളിനെ
ഈദുൽ ഫിത്തർ ബി കഹത്തെ ഹൈ, ഈദുൽ ഫിത്തർ എന്നും പറയുന്നു. ഓക്കെ, ഈദുൽ ഫിത്തർ എന്നും ഈ ഈദിന് പെരുന്നാളിന് പറയുന്നു. ഈദ് കെ ദിൻ, പെരുന്നാളിൻ്റെ ദിവസം तो അപ്പോൾ സിവയ്യ സേമിയം ഹർ ഘർ മേ ബൻതി ഹെ, എല്ലാ വീടുകളിലും ഉണ്ടാക്കുന്നു. ലോഗ് മിഠായിയാം ബി ഖരീദ് കർ ലാത്തെ ഔർ ബനാത്തെ ഹെ, ജനങ്ങൾ മിഠായികൾ വാങ്ങിക്കൊണ്ടുവരുന്നു, അതുപോലെ തന്നെ ബൻത്തെ ഹെ എന്നാൽ ബനാത്തെ ഹൈ ഉണ്ടാക്കുന്നു, നിർമ്മിക്കുന്നു. അപ്പോൾ ഒരു വാങ്ങിക്കൊണ്ടുവരിക മാത്രമല്ല നിർമ്മാണവും നടത്തുന്നുണ്ട് ജനങ്ങൾ. ഓക്കെ, പിന്നെ ഇസിലിയെ ഉസെ ഈദ് മീठी ഈദ് ബി കഹാ ജാത്ത ഹെ, ഇക്കാരണത്താൽ ഇതിനെ മീठी ഈദ് എന്നാൽ മധുരമുള്ള പെരുന്നാൾ എന്ന്, മീठी ഈദ് ബി കഹാ ജാത്ത ഹെ എന്നും പറയപ്പെടുന്നു. അതൊക്കെ നമ്മൾ ജാത്ത ഹെ എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് മജ്ഹൂലിൻ്റെ അർത്ഥം കിട്ടും. അപ്പോൾ കഹാ ജാത്ത ഹെ പറയപ്പെടുന്നു. ഓക്കെ, ईद का मतलब ही खुशी और ये खुशी का त्यौहार है. ഈദിൻ്റെ പെരുന്നാളിൻ്റെ ഉദ്ദേശം തന്നെ എന്താണ്? ഈദ് കാ മത്ലബ് ഹി ഖുഷി ഹെ, അതിൻ്റെ സന്തോഷമാണ്. അവർ ഏ ഖുഷി കാ त्यौहार ഹെ, ഇത് സന്തോഷത്തിൻ്റെ പെരുന്നാളാണ്, സന്തോഷത്തിൻ്റെ ആഘോഷമാണ്. ഏ ഖുഷി കാ त्यौहार ഹെ, ഇത് സന്തോഷത്തിൻ്റെ ആഘോഷമാണ്. ഇൻഷാ അല്ലാഹ് നമ്മൾ ഇന്ന് 3 പാരഗ്രാഫ് എടുത്തു. ബാക്കിയുള്ളത് അടുത്ത ക്ലാസ്സിന് എടുക്കാൻ, വളരെ കുറച്ച് ഇതെടുക്കാനുള്ളൂ. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.